ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ഫാമിലി റൗണ്ട് എല്ലാ പ്രേക്ഷകരും കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അപ്സരയുടെയും അതുപോലെ തന്നെ സായിയുടെയും ഫാമിലിയാണ് വീട്ടിലേക്ക് വന്നിരുന്നത്. അപ്പം എല്ലാ പ്രേക്ഷകരും കാത്തിരുന്നത് നമ്മുടെ സായിയുടെ അച്ഛൻ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുമോ, സായി പേടിച്ചതുപോലെ എന്തെങ്കിലും നടക്കുമോ, സായിക്കും അച്ഛൻ വരുതെന്നൊക്കെ ഉണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർ തമ്മിലുണ്ടായിരുന്ന ചില പേഴ്സണൽ ഇഷ്യൂസ് തന്നെയാണ്. അതെന്താണെന്നൊക്കെ ഞാനിപ്പോൾ പറയാം. എന്താ പ്രശ്നം, എത്രത്തോളം ഉണ്ട്, നമ്മൾ പ്രേക്ഷകർക്ക് കരുതിയിരുന്നത് വരെ ഒന്നുമില്ലെന്ന് നമ്മൾ പ്രേക്ഷകർക്ക് ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് കണ്ടതോടുകൂടി മനസ്സിലായി. അപ്പം സായിയുടെ വൈഫാണ് വീടിനുള്ളിലേക്ക് വന്നത്. അതുപോലെ തന്നെ അച്ഛൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബിഗ് ബോസ് അതിൽ മെനക്കെട്ട് ലൈവായിട്ട് വീഡിയോ കോൾ ഇട്ട് കൊടുക്കുകയുണ്ടായി. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഇവർ തമ്മിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. സായി അവിടെ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളില്ല. ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യം പോലും ഇല്ല. അവർക്ക് പേഴ്സണലായിട്ട് ഒരു 2 സെക്കൻഡ് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിതെല്ലാം കേട്ടപ്പം വിചാരിച്ച് ഇവർ തമ്മിൽ എന്തോ ചെറുപ്പം മുതൽ എന്തോ ഭയങ്കരമായിട്ട് വൈരാഗ്യ ബുദ്ധിയോടെ ഇരുന്ന്, അല്ലെന്നുണ്ടെങ്കിൽ അച്ഛൻ മകൻ എന്നതിൽ ഉപരി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ നമ്മൾ പ്രേക്ഷകർ പല രീതിയിൽ ചിന്തിച്ചിരുന്നു. എന്താണ് സംഭവം? അപ്പോൾ അച്ഛൻ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ, ബിഗ് ബോസ് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ സായിനെ എടുത്തിട്ട് പൊരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ സായിക്ക് എന്താ പറയുക, ആ ഒരു രീതിയിലൊക്കെ പല രീതിയിലും ചിന്തിച്ച് നമ്മളും അതുപോലെ തന്നെ അതിനുണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് പോലും. എന്നാൽ ഈ പറയുന്നത് പോലെ ഈ ഒരു വീഡിയോ കോളിൽ വന്ന് അച്ഛൻ്റെ ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രേക്ഷകർ പോലും അന്തിച്ചു പോയി. ഈ പറയുന്ന ഒരാളെക്കുറിച്ചാണോ സായി ഇത്രയും പറഞ്ഞിരുന്നത്? അവിടെ ഇരുന്ന കണ്ടസ്റ്റൻസിന് പോലും സർപ്രൈസ് ആയിപ്പോയി. കാരണം അത്രയ്ക്കും വളരെ ജെൻറ്റിലായിട്ട്, വളരെ ഡീസൻ്റായിട്ട് ഈ ഒരു സംഭവം പോലും, അതായത് സായിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പോലും പുള്ളിക്ക് അറിയത്തില്ലാത്ത രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിലാണ് സായി ഇങ്ങനെ ഒരു അകൽച്ച കാണിച്ചതെന്ന് പുള്ളി അപ്പോഴാണ് അറിയുന്നത്, ഈ ഒരു സംഭവം ടി വിയിലൂടെ സംപ്രേഷണം ചെയ്തതിന് ശേഷം. എന്തായാലും ഈ പറയുന്ന സായിയുടെ അച്ഛൻ നല്ല നീറ്റായിട്ട് കാര്യങ്ങളെല്ലാം സായിയെ പറഞ്ഞ് വ്യക്തമാക്കി. അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും കഴിഞ്ഞു. ആ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനിടയിൽ സംഭവിച്ചൊരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്തു. അതിനെന്തായാലും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 6 നിലവിൽ ഈ ഒരു സീസൺ മൊത്തത്തിൽ ദുരന്തമാണെങ്കിലും പ്രത്യേകിച്ച് നല്ലതൊന്നും നടന്നില്ലെങ്കിൽ പോലും നമ്മൾ ഈ പറയുന്നത് പോലെ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം സായി എന്ന ഒരു വ്യക്തിത്വത്തെ പുറത്തേക്ക് കൊണ്ടുവരാനും അവരുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യാനും അച്ഛനും മകനും തമ്മിലുള്ള ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്യാനും, ഇഷ്യൂസ് അല്ല അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനിടയിൽ നടന്ന ഒരു ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്ത് എന്താ പറയുക, അവരുടെ ആ ഒരു ഫാമിലി നല്ല രീതിയിലേക്ക് വരുത്താനുള്ള ഒരു സഹായം ബിഗ് ബോസിലൂടെ നടന്നിരിക്കുകയാണ്. അതിലെന്താണേലും ബിഗ് ബോസിനൊരു ബിഗ് അപ്രിസിയേഷൻ ഉണ്ട്. അതിനിടയിൽ സായിക്ക് ചെറിയ പേഴ്സണൽ ഇഷ്യൂസിൻ്റെ പേരിൽ സങ്കടങ്ങൾ വന്നിരുന്നെങ്കിൽ പോലും ഇങ്ങനെ ഒരു വലിയൊരു ഇഷ്യൂസാണ് സായിക്ക് മാറിക്കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം സായി ഏത് രീതിയിലാണ് പുറത്തുനിന്നും ഏത് രീതിയിൽ നിന്നിരുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു എന്ന് നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി സായി പറയുന്നത് സായിയെ തിരിച്ചറിയാനുള്ള ഒരു അവസരമായിരുന്നു ബിഗ് ബോസ് എന്നത്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ സോഷ്യൽ മീഡിയയിൽ നിന്നിരുന്ന ഒരു എന്താ പറയുക വ്യക്തി ആയിരിക്കില്ല, ഒരു സായി കൃഷ്ണനായിട്ട് ജീവിക്കണമെന്നാണ് സായി ആവശ്യപ്പെടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ സായിക്ക് താല്പര്യമെന്നാണ് സായി പറയുന്നത്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, നല്ലൊരു വ്യക്തിയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സായിക്ക് സാധിക്കട്ടെ. എന്താണേലും ഈ പറഞ്ഞതുപോലെ സായിയുടെ അച്ഛനുമായിട്ടുള്ള ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ നമ്മൾ പ്രേക്ഷകർക്കും സന്തോഷം. ആ ഒരു കുറച്ച് എന്താ പറയുക വൈകാരിക മുഹൂർത്തങ്ങളൊക്കെ ഉൾക്കൊണ്ടതായിരുന്നു ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ്. എന്തായാലും നല്ലൊരു എപ്പിസോഡെന്ന് തന്നെ പറയാം. നമുക്കറിയാം ഈ ഫാമിലി റൗണ്ട് എന്ന് പറയുമ്പോൾ അതിനപ്പുറം ഒരു എൻഗേജ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ചില ഫാമിലിയിൽ ചില പ്രശ്നങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള കുറച്ച് വൈകാരിക മുഹൂർത്തങ്ങളൊക്കെ കണ്ട് നമുക്ക് പ്രേക്ഷകർക്കും അവരോടൊപ്പം കൂടാം എന്നതിലല്ലാതെ കൂടുതലൊന്നും ഈ ഫാമിലി റൗണ്ടുകളിൽ പ്രതീക്ഷിക്കരുത്. എന്താണെങ്കിലും ഇതുവരെ നടന്ന ഫാമിലികളിൽ ഒരു നല്ലൊരു നിമിഷങ്ങൾ സമ്മാനിച്ചൊരു എപ്പിസോഡായിരുന്നു ഇന്നലത്തെ. അല്ലെന്നുണ്ടെങ്കിൽ ലൈവായിരുന്നു ഇന്നലത്തെ നമ്മുടെ ഫാമിലി റൗണ്ടിൽ നടന്നത്. എന്തായാലും മുന്നോട്ടും നല്ല രീതിയിൽ പോകട്ടെ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.